വിലക്കുറവിന്റെ പര്യായം. കണാരി ഫയർവർക്സ്, കണ്ണൂർ റോഡ്, കൂത്തുപറമ്പ്. ശ്രീ മഹാലക്ഷ്മി ഫയർവർക്സ്, പഴയ നിരത്ത്, കൂത്തുപറമ്പ്. വാർത്തകൾ തുടരുന്നു. ശക്തമായ കാറ്റിലും മഴയിലും ചിറ്റാരിപ്പറമ്പ് മേഖലയിൽ നിരവധി ഇടങ്ങളിൽ വൻ നാശനഷ്ടം. നിരവധി വീടുകൾക്കും സ്ഥാപനങ്ങൾക്കുമാണ് നാശനഷ്ടമുണ്ടായത്. ശനിയാഴ്ച വൈകുന്നേരം 3 മണിയോടെയായിരുന്നു സംഭവം. പരശൂർ പരപ്പിലെ ജി മണി ടി ചന്ദ്രമതി ദമ്പതികളുടെ വീടിന്റെ മേൽക്കൂര കാറ്റിൽ ഇളകി പറമ്പിലേക്ക് വീണു. ഈ സമയത്ത് ഇരുവരും വീട്ടിലുണ്ടായിരുന്നു. ഇവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. വീട്ടിലുണ്ടായിരുന്ന ഫ്രിഡ്ജ്, മിക്സി പോലുള്ള വീട്ടുപകരണങ്ങളിൽ വെള്ളം കയറി. ശനിയാഴ്ച വൈകിട്ടോടെ പഞ്ചായത്ത് അധികൃതരും നാട്ടുകാരും എത്തി വീടിന് മുകളിൽ താർപ്പായ ഇട്ട് സുരക്ഷിതമാക്കി. 3-3:30 സമയമായിട്ടുണ്ടാവും. ആ സമയത്താണ് കാറ്റ് വന്നത്. അപ്പോൾ തന്നെ നമ്മൾ രണ്ടാളും വാതിൽ രണ്ടും അടച്ച് അങ്ങ് ഇങ്ങ് അടച്ചിട്ട് ആ റൂമിൽ നിന്നിന്. പിന്നെ ആ സമയത്ത് കാറ്റങ്ങ് അടിച്ചു വരുമ്പോൾ ഇത് നോക്കുന്ന സമയം മേലോട്ടേക്ക് വരുന്ന പൊന്തി പോകുന്ന ഇത് അപ്പോഴെ അങ്ങനെ അടക്കം വരുന്ന. അപ്പോൾ തന്നെ കുറച്ച് സമയമായിട്ടേ ഉള്ളൂ. അപ്പോൾ തന്നെ പോന്ന് വീടിന് ഇവിടെ മുഴുവനായിട്ട് അപ്പാടും പോന്നു. പിന്നെ നമ്മൾ രണ്ടാളും എന്നാ ചെയ്യാൻ ആകാത്ത അവസ്ഥയാപ്പാടും. പിന്നെ പ്രത്യേകിച്ചൊന്നും എല്ലാം നനഞ്ഞ് അങ്ങേപ്പുറം ഇങ്ങേപ്പുറം എല്ലാം പോയി. എല്ലാവരും വീട്ടിൽ നിന്നെല്ലാം വന്ന് ആൾക്കാരെല്ലാം വന്ന് എന്നിട്ട് കുറച്ച് സമയം കഴിഞ്ഞു ഇത് ഷീറ്റെല്ലാം വന്നിട്ട് കൊണ്ടുപോയിരുന്നു. ഇതിനെക്കാട്ടും മഴയും കാറ്റെല്ലാം ഇല്ലേനാ ആദ്യം മുന്നേലല്ലോ. അന്നേരം ഒന്നും ഇതിന് പറ്റിയിട്ടേ ഇല്ല. ചിറ്റാരിപ്പറമ്പ് ടൗണിലെ ബിജുവിന്റെ ഉടമസ്ഥതയിലുള്ള PV ജിം എന്ന സ്ഥാപനത്തിന്റെ മേൽക്കൂരയും സീലിംഗും തകർന്നു വീണു. സ്ഥാപനത്തിൽ ഉണ്ടായ ഉപകരണങ്ങളിൽ വെള്ളം കയറി നശിച്ചു. 8 ലക്ഷം രൂപയുടെ നാശനഷ്ടം ഉണ്ടായെന്നാണ് കടയുടമ പറയുന്നത്. അതിന് മുന്നിൽ 3-3:30 മണിക്കായിരിക്കും തോന്നുന്നത്. അപ്പോൾ 4 മണിക്ക് ശേഷമാണ് സാധാരണ ഇത് പിന്നെ വൈകുന്നേരത്തെ ബാച്ച് ആൾക്കാർ വരിക പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിന് മുന്നിൽ ആരും ഇല്ലേനു. അതുകൊണ്ട് വലിയ അപകടം ഒഴിവായി. ഏകദേശം എന്ന് വെച്ചാൽ ഇതിപ്പോൾ റൂഫൊക്കെ മാറ്റണ്ടെങ്കിൽ വലിയ തുക വേണ്ടി വരില്ല. പീസായിട്ട് മാറ്റാനും പറ്റില്ല എന്നാണ് അന്വേഷിച്ചപ്പോൾ പറഞ്ഞത്. ഒന്നും എനിക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. അതെല്ലാം പണിയെടുത്താലേ പറയാൻ പറ്റും. എന്തായാലും 5-8 ലക്ഷം റുപ്യേൻ്റെ നഷ്ടമുണ്ടെന്ന് വേണ്ടി വരും തോന്നുന്നു ഏകദേശം. ആ സീലിങ്ങും എല്ലാം പോയി. പിന്നെ ഇലക്ട്രോണിക്സ്, ട്രെഡ്മില്ലുകൾ, അങ്ങനെയുള്ള സാധനങ്ങൾ, ഈ പിന്നെ അലൂമിനിയം ഫാബ്രിക്കേഷൻ അതെല്ലാം നിശ്ചയമില്ല. 1-2 പിന്നെ ഇലക്ട്രോണിക് സാധനങ്ങളുണ്ട്. കുറച്ച് വില കൂടിയതാണ്. അതൊക്കെ വെള്ളം കയറിയിട്ട് നശിച്ചു പോയിട്ടുണ്ട്. അതായത് ഇവിടെ കാറ്റടിച്ചത് തന്നെ മറ്റുള്ള സ്ഥലങ്ങളിൽ ഏടി അടിച്ചതായിട്ട് കണ്ടിട്ടില്ല. ഇവിടെ ഒരു അപാര കാറ്റടിച്ചതെന്ന് പറഞ്ഞാൽ നമ്മൾ പൂച്ചട്ടിയല്ലേ, പൂച്ചട്ടിയെല്ലാം നിരങ്ങി പോവുകയാണ് ചെയ്തത്. പിന്നെ ഏണി ഇവിടെ വെച്ച് ഏണിയെല്ലാം അട്ടിമറിയാന്ന് വെച്ചാൽ അത് ഭയങ്കര കാറ്റല്ലേ. അങ്ങനെ പിന്നെ ഓട്, ജിമ്മിൻ്റെ ഷീറ്റ്, ആസ്പെറ്റോസാണ്. പിന്നെ അപ്പുറം കാണുന്ന ആസ്പെറ്റോസും അതിൻ്റെ കൂടെയുള്ള കട്ട സെറ്റടക്കാന്ന് താഴേക്ക് വീണിട്ടുള്ളത്. ഭയങ്കരമായ കാറ്റടിച്ച് ലൈന് പൊട്ടിയിട്ടുള്ളത്. അതിലൊന്നും ഇനി ശരിയായില്ല. ടൗണിലെ വിവിധ സ്ഥാപനങ്ങളുടെ ബോർഡുകളും മേൽക്കൂരകളും ഉൾപ്പെടെ കാറ്റിൽ പറന്ന് താഴെ വീണു. ഗ്രാമിക ന്യൂസ്, കൂത്തുപറമ്പ്. അരുൺ എ എന്ന പടക്കക്കടയിൽ നിന്ന് 99 രൂപയ്ക്ക് 3 പാക്കറ്റ് പൂക്കുറ്റിയും 80 രൂപയ്ക്ക് 4 പാക്കറ്റ് പടക്കവും വാങ്ങി. മനു ബി എന്ന പടക്കക്കടയിൽ നിന്ന് 64 രൂപയ്ക്ക് 2 പാക്കറ്റ് പൂക്കുറ്റിയും 88 രൂപയ്ക്ക് 4 പാക്കറ്റ് പടക്കവും വാങ്ങി. ഏത് കടയിൽ നിന്നാണ് ലാഭത്തിന് പടക്കം കിട്ടിയത് എന്ന് പറയാമോ? കണാരി അതേ മാഷെ, കണാരിൽ നിന്ന് മാഷി കണാരിൽ നിന്ന് പടക്കം വാങ്ങി നോക്കി, അപ്പൊ മനസ്സിലാകും. വൈവിധ്യമാർന്ന ശിവകാശി പടക്കങ്ങളുടെ മഹനീയ ശേഖരം, വിലക്കുറവിന്റെ പര്യായം. കണാരി ഫയർവർക്സ്, കണ്ണൂർ റോഡ്, കൂത്തുപറമ്പ്. ശ്രീ മഹാലക്ഷ്മി ഫയർവർക്സ്, പഴയ നിരത്ത്, കൂത്തുപറമ്പ്.